കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇങ്ങനെയൊരു നീതി നടപ്പിലായി എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വിധി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു വിധിയല്ല. വിധി നിരാശാജനകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ കാര്യത്തിനകത്ത് വേണ്ട എന്നുള്ളതാണ്. ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യവും വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്ന് പുറത്ത് പറയാൻ കഴിയുമോ? ഇപ്പം ഞാൻ പറയാം, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിജീവിതയ്ക്ക് നാളെ രാവിലെ വന്ന് പറയാൻ കഴിയില്ല. അതിജീവിതയ്ക്ക് പറയാൻ കഴിയുന്ന മേൽക്കോടതികളിൽ പോവാം. എന്തിനാണെന്ന് ഈ കോടതിയിൽ പോകുന്നത്? ഇതുപോലെയുള്ള എന്താണ് തിക്താനുഭവങ്ങൾ ഇനിയും മേടിക്കുക എന്നുള്ളതാണ്. ഒരു അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതേൻ്റെ ഭാഗം പറയുന്നതും സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് അവരുടെ കാര്യങ്ങൾ പറയുക എന്നുള്ള അതിജീവിതേൻ്റെ വക്കീലിന് ഇപ്പോൾ ഒന്നും അവിടെ ചെന്ന് പറയാനോ ചെയ്യാനോ ഇല്ല. സ്റ്റേറ്റാണ് ഈ കേസ് നടത്തുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി നടത്തുന്നത് സ്റ്റേറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് നീതി വാങ്ങി കൊടുക്കുന്നുണ്ടോ? സ്റ്റേറ്റ് നീതി കിട്ടുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് പരാജയപ്പെടുന്നത്, അല്ലേ? അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ സ്റ്റേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുക. അപ്പോൾ ആ സ്റ്റേറ്റ് എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ ഒന്നും ഇനി ആലോചിക്കാനില്ല കേട്ടോ. ഇപ്പോൾ ഈ ജഡ്ജ് വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 6 പേരെ ശിക്ഷിച്ചിരിക്കുന്നു, ബാക്കി 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ആ വിധി വന്നു കഴിഞ്ഞു. ഇനി അതിന് മേലെ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ അഭിപ്രായം പറയാതിരുന്നുകൊണ്ടോ വിമർശിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം ഹണിയം വർഗീസിനെ എന്ന് പറയുന്ന ജഡ്ജിനെ വളരെ രീതിയിൽ വിമർശിച്ചതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്? വിധി വന്നു കഴിഞ്ഞു. വിധി വന്ന് അവർ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു, 6 പേരെ ശിക്ഷിച്ചിരിക്കുന്നു. ശിക്ഷ പോരാ, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് പറയാൻ കഴിയുന്ന എവിടെയാണ്? മേൽക്കോടതി പോകുക എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മേലെ നമ്മൾ ഈ പറയുന്ന ഇഴകീറി പരിശോധിച്ചിട്ട് ഇത് പുറത്തേക്ക് വന്നാൽ കൂടെ അത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കാണ്? ദോഷം ചെയ്യാൻ പോകുന്നത് അതിജീവിതയ്ക്ക് തന്നെയായിരിക്കും.